ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അഭിമാനം കാത്ത സൈന്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാക് പിടിയിലായ ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ ഷായെ ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തിച്ചു. ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ വിജയകരമായ തന്ത്രങ്ങൾ വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാംകൃഷ്ണ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ തോതിൽ വർധനയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് വൈകിട്ട് മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ സമാപിക്കും. 122 മെഡലുകളുമായി മഹാരാഷ്ട്ര മുന്നിൽ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന്റെ അഭിമാനം കാത്ത സൈന്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈനിക മേധാവിമാരുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ്, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവരാണ് രാഷ്ട്രപതിയെ സന്ദർശിച്ചത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൈന്യത്തിന്റെ ധീരതയെയും പ്രതിബദ്ധതയെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. പാകിസ്ഥാന്റെ പിടിയിലായ ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ ഷായെ ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ നിന്നും അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്ന പൂർണം കുമാർ ഷായെ കഴിഞ്ഞ മാസം 23-നാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. അമൃത്സറിലെ അട്ടാരി അതിർത്തി വഴി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ജവാനെ കൈമാറിയത്. ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന വിജയകരമായ തന്ത്രങ്ങൾ വികസിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി സംബന്ധിച്ച ഉന്നതതല അവലോകന യോഗത്തിന് ഇന്നലെ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. അടുത്തിടെ സമാപിച്ച 100 ദിന ടിബി മുക്ത് ഭാരത് അഭിയാൻ പരിപാടി അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ 12.97 കോടി പേരിൽ ക്ഷയരോഗ പരിശോധന നടത്തിയതിൽ 7.19 ലക്ഷം പേരിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാംകൃഷ്ണ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. भूषण रामकृष्ण गवई जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूं, सत्यनिष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्य रखूंगा तथा मैं सम्यक प्रकार से और श्रद्धापूर्वक तथा अपनी पूरी योग्यता, ज्ञान और विवेक से अपने पद के कर्तव्यों का भय या पक्षपात, अनुराग या देश के बिना पालन करूंगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा. സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചുമതലയേറ്റത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീംകോടതി ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ തോതിൽ വർധനയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചു. സംസ്ഥാനത്തിന്റെ ചിലവുകളിൽ സംസ്ഥാന വിഹിതം വർദ്ധിച്ചു വരുന്നുവെന്നും മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂരിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 2016 നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 13,11,000 കോടി രൂപയായിട്ട് ഉയർന്നു. 2016 നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മൊത്തം പുരോഗതി ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടത്. മന്ത്രിസഭാ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലെ വോട്ടറായി. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്നലെ ഗവർണർക്ക് പുതിയ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കൈമാറി. ഗോവ സ്വദേശിയായ രാജേന്ദ്ര ആർലേക്കറെ ബീഹാർ ഗവർണറായിരിക്കെ ജനുവരിയിലാണ് കേരളത്തിലേക്ക് നിയമിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 4 മുതൽ സമർപ്പിക്കാം. 20 വരെ അപേക്ഷിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഹെൽപ് ഡെസ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ 6 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെയാണ്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി പുതുക്കിയ ദുരിതാശ്വാസ മാനദണ്ഡം പുറത്തിറക്കി. വന്യജീവി ആക്രമണം മൂലമുള്ള മരണം വനത്തിന് അകത്തുവച്ചാണോ പുറത്തുവച്ചാണോ എന്ന് കണക്കിലെടുക്കാതെ ധനസഹായം അനുവദിക്കും. വിശദാംശങ്ങളിലേക്ക്. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമാക്കി. വന്യജീവി ആക്രമണം മൂലം ജീവൻ നഷ്ടമാകുന്നവരുടെ ആശ്രിതർക്കുള്ള സഹായധനം 10 ലക്ഷമായി തുടരും. 40% മുതൽ 60% വരെയുള്ള അംഗവൈകല്യത്തിന് 2 ലക്ഷം രൂപ, 60%-ലധികം അംഗവൈകല്യത്തിന് 2,50,000 രൂപ, ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്നവർക്ക് പരമാവധി 1 ലക്ഷം രൂപ അനുവദിക്കും. പാൽ ഉൽപാദനമുള്ള എരുമ, പശു എന്നിവ നഷ്ടമായാൽ 37,500 മുതൽ 1,12,500 രൂപ വരെയാണ് അനുവദിക്കുക. ആട്, പന്നി എന്നിവ നഷ്ടമായാൽ 4,000 രൂപ മുതൽ 1,20,000 രൂപ വരെ അനുവദിക്കും. കോഴി, താറാവ് എന്നിവയ്ക്ക് ഒന്നിന് 100 രൂപ. കുടിലുകൾ നഷ്ടമായാൽ 8,000 രൂപയും കാലിത്തൊഴുത്ത് നഷ്ടമായാൽ 3,000 മുതൽ 1 ലക്ഷം രൂപ വരെയുമാകും സഹായം. മഴയെ ആശ്രയിച്ചുള്ള കാർഷിക വിളകളോ തോട്ടവിളകളോ വന്യജീവി ആക്രമണത്തിൽ നശിച്ചാൽ ഹെക്ടറിന് 8,500 രൂപ നിരക്കിൽ പരമാവധി 1 ലക്ഷം രൂപ വരെ നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവ നേരിടാൻ പരിശീലനം ലഭിച്ച സന്നദ്ധ സേനയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യവ്യാപകമായി മേരാ യുവഭാരത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. വോളണ്ടിയർമാരായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസികളുമായി ചേർന്ന് വോളണ്ടിയർമാർക്ക് ഒരാഴ്ചത്തെ വിദഗ്ധ പരിശീലനം നൽകും. ഇന്ത്യൻ സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കും. വൈകിട്ട് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന തിരങ്ക യാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരും. കാർഗിൽ വീരയോദ്ധാവ് മേജർ ജെറി പ്രേം രാജിന്റെ മാതാവ് അടക്കമുള്ളവർ ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ അണിചേരും. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത ജോലികളിൽ വഴികാട്ടിയായി സർക്കാർ പദ്ധതിയായ ലക്ഷ്യ 2 പേർക്ക് സിവിൽ സർവീസിലും ഒരാൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും പ്രവേശനം സാധ്യമാക്കിയത് ലക്ഷ്യ പദ്ധതിയുടെ നേട്ടമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഭരണനിർവഹണ തലത്തിലേക്ക് പട്ടികജാതി വിഭാഗത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. 240 പരീക്ഷാർത്ഥികൾക്ക് ഇതുവരെ 4,04,56,115 രൂപ സ്കോളർഷിപ്പ് ലക്ഷ്യയിലൂടെ അനുവദിച്ചു. നിലവിൽ 60 പേരുടെ ബാച്ച് പരിശീലനത്തിലാണ്. ആകെ സീറ്റിന്റെ 25% പട്ടികജാതിയിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, അരുന്ധതിയാർ, ചക്കിലിയൻ, കള്ളാടി വിഭാഗങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാന കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി വി അബ്ദുറഹിമാൻ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപന സമ്മേളനം നടക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ സമാപിക്കും. 122 മെഡലുകളുമായി മഹാരാഷ്ട്ര മുന്നേറ്റം തുടരുകയാണ്. രാജസ്ഥാൻ 2ാം സ്ഥാനത്ത്, ഹരിയാന 3ാമതാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി ഡോക്ടർ അജയ് കുമാറിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 1985 ബാച്ച് കേരള കേഡറിൽ നിന്ന് വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അജയ് കുമാർ. പ്രതിരോധ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ 76ാം പിറന്നാൾ ദിനം. സാർത്ഥകവും സർഗാത്മകവുമായ പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ കോഴിക്കോട് നിലയം പൂർത്തിയാക്കി. കേരളത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, കലാരംഗങ്ങളിൽ മായാമുദ്രകൾ പതിച്ച കോഴിക്കോട് നിലയം 1950 മെയ് 14 വൈകിട്ട് 5:15 സായാഹ്ന പ്രക്ഷേപണത്തോടെയാണ് മലബാറിന്റെ ശബ്ദമായി മാറിയത്. വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി ഒളിവിൽ. പാറശാല കോട്ടവിള സ്വദേശി JV ശ്യാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ Y ബെയ്ലിൻ ദാസാണ് ഒളിവിൽ പോയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ അഭിമാനം കാത്ത സൈന്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാക് പിടിയിലായ BSF ജവാൻ പൂർണം കുമാർ ഷായെ ഇന്ന് രാവിലെ ഇന്ത്യയിലെത്തിച്ചു. ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ വിജയകരമായ തന്ത്രങ്ങൾ വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാംകൃഷ്ണ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ തോതിൽ വർധനയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് വൈകിട്ട് മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നാളെ സമാപിക്കും. 122 മെഡലുകളുമായി മഹാരാഷ്ട്ര മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.